നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് ഡേറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. 29 ഗ്രാം MDMA-യുമായി പേഴക്കാപ്പള്ളി സ്വദേശി യുവാവ് പോലീസ് പിടിയിൽ. പേഴക്കാപ്പള്ളി സ്വദേശി മുഹമ്മദ് റിയാസ് ആണ് പാലക്കാട് പോലീസിന്റെ പിടിയിലായത്. ലഹരി മരുന്നിന്റെ ഉറവിടം അന്വേഷിക്കുന്നും പോലീസ്. ഭൂനികുതി വർധനവിനെതിരെ മൂവാറ്റുപുഴയിൽ പ്രതിഷേധം. മാറാടി വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മാറാടി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റികൾ. സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചല്ല സർക്കാർ അധിക വരുമാനം കണ്ടെത്തേണ്ടതെന്ന് സാബു ജോൺ. ആയുർവേദം എക്സ്പോയ്ക്ക് മൂവാറ്റുപുഴയിൽ തുടക്കം. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എറണാകുളം ജില്ലാ വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എക്സ്പോ ഉദ്ഘാടനം ചെയ്ത് മാത്തിക്കുഴൽനാടൻ MLA. വഖഫ് ബിൽ കത്തിച്ച് പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി. ന്യൂനപക്ഷ വിരുദ്ധ ഭരണഘടന വിരുദ്ധ ബില്ലുകൾ പിൻവലിക്കണം. മണ്ഡലം സെക്രട്ടറി അൻവർ TU ഉദ്ഘാടനം ചെയ്തു. പകുതി വില തട്ടിപ്പ്. മൂവാറ്റുപുഴയിൽ CPM പ്രതിഷേധം നടത്തി. കോടികൾ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന ആവശ്യം. തട്ടിപ്പിന് കൂട്ടുനിന്ന രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കണം. റവന്യൂ വകുപ്പിന്റെ മികച്ച വില്ലേജ് ഓഫീസുകൾക്കുള്ള അംഗീകാരം. ജില്ലയിൽ 3 പേർക്ക്. വെള്ളൂർക്കുന്നം വില്ലേജ് ഓഫീസർ, മാറാടി വില്ലേജ് ഓഫീസർ എന്നിവർ പുരസ്കാരത്തിന് അർഹരായി. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിനാണ് പുരസ്കാരം. MLA-യുടെ ഇടപെടൽ. 6 വർഷത്തിനു ശേഷം പെരിങ്ങടയിലെ MVP കനാൽ പുനർനിർമ്മാണം ആരംഭിച്ചു. വെള്ള വിതരണം പുനഃസ്ഥാപിക്കുന്നതിന് കനാൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി മാത്തിക്കുഴൽനാടൻ MLA. വാർത്തകൾ വിശദമായി. MDMA-യുമായി പേഴക്കാപ്പള്ളി സ്വദേശി യുവാവ് പാലക്കാട് പോലീസ് പിടിയിൽ. മുടവൂർ പേഴക്കാപ്പള്ളി മേലെപ്പറമ്പിൽ മുഹമ്മദ് റിയാസ് ആണ് 29 ഗ്രാം MDMA-യുമായി ആലത്തൂരിൽ പോലീസ് പിടിയിലായത്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPS-ന്റെ നിർദ്ദേശപ്രകാരം ആലത്തൂർ പോലീസും പാലക്കാട് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും നടത്തിയ പരിശോധനയിലാണ് ബംഗളൂരുവിൽ നിന്നും എറണാകുളത്തേക്ക് കൊണ്ടുവരികയായിരുന്ന MDMA-യുമായി പ്രതി പിടിയിലായത്. ലഹരി മരുന്നിന്റെ ഉറവിടത്തെക്കുറിച്ചും പ്രതികൾ ഉൾപ്പെട്ട ലഹരി വിൽപ്പന ശൃംഖലയെക്കുറിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എറണാകുളം ജില്ലാ വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആയുർവേദം എക്സ്പോ സംഘടിപ്പിച്ചു. മാത്തിക്കുഴൽനാടൻ MLA എക്സ്പോ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ നഗരസഭയുടെയും ആയുർവേദ രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് എക്സ്പോ. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എറണാകുളം ജില്ലാ വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ നഗരസഭയുടെയും ആയുർവേദ രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ ആയുർവേദിയും എക്സ്പോയും മെഡിക്കൽ ക്യാമ്പും സ്പോർട്സ് സെമിനാറും സംഘടിപ്പിച്ചു. നഗരസഭ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച എക്സ്പോ മാത്യു കുഴൽനാടൻ MLA-യും മെഡിക്കൽ ക്യാമ്പ് നഗരസഭാ ചെയർമാൻ PP എൽദോസും ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ മേഖലയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ രീതിയിലാണ് ഇന്ന് ഈ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരള ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഈ ക്യാമ്പിന് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ഇത് ജനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകണം എന്ന് അഭ്യർത്ഥിച്ച് മെഡിക്കൽ ക്യാമ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. നമസ്കാരം. തീർച്ചയായിട്ടും ആയുർവേദം എന്ന് പറയുന്നത് നമ്മുടെ തനതായ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ നമ്മുടെ സംസ്കാരത്തിൻ്റെയും നമ്മുടെ പാരമ്പര്യത്തിൻ്റെയും ഒക്കെ ഭാഗമായി വരുന്ന ചികിത്സാ രീതിയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ വർദ്ധിച്ച് വരുന്ന സാധ്യതകളുള്ള എല്ലാ മേഖലകളിലും ആയുർവേദത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങൾ പ്രയോഗിക്കപ്പെടുകയും അല്ലെങ്കിൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ സമയത്താണ് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ എറണാകുളം ജില്ലയുടെ വനിതാ യൂണിയൻ്റെ നേതൃത്വത്തിൽ ഇതുപോലൊരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും 2 രീതി. ഒന്ന്, സാധാരണക്കാരായിട്ടുള്ളവർക്ക് വന്ന് അവരുടെ ഒരു രോഗത്തിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഒരു ഉപദേശം സ്വീകരിക്കാനോ അഡ്വൈസ് സ്വീകരിക്കാനോ ഒക്കെ സഹായിക്കും. 2, ആയുർവേദത്തിൻ്റെ ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ വിവിധ മേഖലകളിലേക്ക് നിങ്ങളുടെ സേവനവും നിങ്ങളുടെ പരിചരണവും ഒക്കെ വ്യാപിപ്പിക്കുന്നത് സമൂഹത്തെ പരിചയപ്പെടുത്താനും ഈ ക്യാമ്പ് ഉപകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്.
ഫസ്റ്റ് പ്രസിഡന്റ് ആയിക്കോട്ടെ. മെഡിക്കൽ എക്സിബിഷൻ, ഔഷധസസ്യ പ്രദർശനം, മില്ലറ്റ്സ് പ്രദർശനവും വിപണനവും, വിവിധതരം ആയുർവേദ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും എക്സ്പോയിൽ ഒരുക്കിയിരുന്നു. 15ഓളം സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിൽ 10ഓളം സ്ഥാപനങ്ങളിൽ നിന്നുള്ള 100ഓളം വിദഗ്ധ ഡോക്ടർമാർ മെഡിക്കൽ ക്യാമ്പിലെത്തിയവരെ പരിശോധിച്ച് രോഗനിർണയവും ചികിത്സയും നടത്തി. സൗജന്യ അസ്ഥിസാന്ദ്രത നിർണയ പരിശോധന, യൂറിക് ആസിഡ്, വെരിക്കോസ് പെയിൻ പരിശോധനകൾ എന്നിവയും ക്യാമ്പിനോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു. അസോസിയേഷൻ ഭാരവാഹികളായ ജി രാജശേഖരൻ നായർ, ഡോക്ടർ എലിസബത്ത് മാത്യു, ഡോക്ടർ അമിത ആന്റണി എന്നിവർ നേതൃത്വം നൽകി. കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കബ് ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ടൂർണമെന്റ്സ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പായിപ്ര പഞ്ചായത്തിലെ മുളവൂർ പ്രദേശത്തെ പ്രധാന റോഡുകളിലെല്ലാം തകർന്ന തരിപ്പണമായി. 16-ാം വാർഡിലെ റോഡുകൾ തകർന്നതോടെ കാൽനട യാത്ര പോലും ദുസ്സഹമായിരിക്കുകയാണ്. മുടവൂർ കുന്നക്കൽ റോഡ് 4 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഇതിൽ 2 കിലോമീറ്റർ പായിപ്ര പഞ്ചായത്തിലും ബാക്കി വാളകം പഞ്ചായത്തിലുമാണ്. പായിപ്ര പഞ്ചായത്തിലെ 2 കിലോമീറ്റർ ദൂരവും തകർന്നു കിടക്കുകയാണ്. മറ്റൊരു റോഡ് മുടവൂർ കടാതി പള്ളിത്താഴം റോഡാണ്. ഇതും തകർന്ന നിലയിലാണ്. ഇതിലൂടെ കാൽനട യാത്ര പോലും ദുസ്സഹമാണ്. ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരെ മൂവാറ്റുപുഴയിൽ പ്രതിഷേധം സംഘടിപ്പിച്ച കോൺഗ്രസ്. മാറാടി, മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റികളാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. മാറാടി വില്ലേജ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബജറ്റിൽ ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരെ കോൺഗ്രസ് മാറാടി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ മാറാടി വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ ഗവൺമെന്റ് അവസാനത്തെ ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്നത് ഒരു തെരഞ്ഞെടുപ്പ് വർഷമായതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ വളരെയേറെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ബഡ്ജറ്റിനെ ഉറ്റുനോക്കിയിരുന്നത്. എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനങ്ങളെങ്കിലും ഉണ്ടാകും എന്നാണ് ജനങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ബാലഗോപാലൻ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞു, പ്രതീക്ഷയുടെ കിരണങ്ങൾ ഇതാ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് ബഡ്ജറ്റിന്റെ യാഥാർത്ഥ്യം? നമുക്കറിയാം, ബഡ്ജറ്റിന്റെ സാമ്പത്തിക സൂചിക കണക്ക് കൂട്ടുന്നത് ധനക്കമ്മിയും റവന്യൂ കമ്മിയും വർദ്ധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അത് പരിശോധിക്കുമ്പോൾ തന്നെ 50% ആവറേജ് പ്ലാൻ ഫണ്ടുകൾ വെട്ടിക്കുറച്ചിട്ടാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ OP ബേബി, അതുപോലെ പഞ്ചായത്ത് മെമ്പർമാരും കൗൺസിലർമാരും കൂടെയുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ കിട്ടിയതിനേക്കാൾ പ്ലാൻ ഫണ്ട് 50% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകിയിരുന്ന ഫണ്ട് ഈ ഗവൺമെന്റ് വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിനും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും ഗ്രാമപഞ്ചായത്തിനും ഒക്കെ നൽകിയിരുന്ന ഫണ്ടാണ് താഴെത്തട്ടിലുള്ള പ്രാഥമികമായിട്ടുള്ള ഡെവലപ്മെന്റ്സിന് വികസനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഫണ്ടാണ് ഈ ഗവൺമെന്റ് വെട്ടിക്കുറച്ചത്. അങ്ങനെ വെട്ടിക്കുറച്ചിട്ട് പോലും 11,000 കോടി രൂപയുടെ വർധനവാണ് ധനക്കമ്മിയിൽ ഉണ്ടായിരിക്കുന്നത്. 10,500 കോടിയോളം രൂപയുടെ വർധനവാണ് റവന്യൂ കമ്മിയിൽ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഈ കേരളത്തിന്റെ സമസ്ത മേഖലകളും ഒരു രീതിയിലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത രീതിയിൽ, പ്രതീക്ഷ വയ്ക്കാൻ കഴിയാത്ത രീതിയിൽ നിരാശാജനകമായ ഒരു ബഡ്ജറ്റാണ് ധനകാര്യ വകുപ്പ് മന്ത്രി ഈ സഭയിൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചത്. മാറാടി മണ്ഡലം പ്രസിഡന്റ് PP ജോളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് OP ബേബി, വൈസ് പ്രസിഡന്റ് അജി സാജു, ബ്ലോക്ക് ഭാരവാഹികളായ എബി പോൾ, ബിജു പുളിക്കൻ, സജി ടി ജേക്കബ്, AK നാരായണൻ, ജോളി മണ്ണൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ദക്ഷിണ കൊട്ടിയൂർ പോത്താനിക്കാട് തൃക്കേപ്പടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ 1000 തരം ഇളനീര് കൊണ്ട് 2025 ഫെബ്രുവരി 20 മുതൽ ശിവരാത്രി വരെ ദേശ ഇളനീരാട്ടം നടത്തുന്നു. വെൽഫെയർ പാർട്ടി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. വഖഫ് ബിൽ കത്തിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. JPCയെ അട്ടിമറിച്ചുകൊണ്ട് ഭരണഘടനയുടെ തത്വങ്ങളെ തമസ്കരിച്ച് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ ഭരണഘടനാ ബില്ലുകൾ
പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ടൗണിൽ വഖഫ് ബിൽ കത്തിച്ച് പ്രതിഷേധിച്ചത്. മണ്ഡലം സെക്രട്ടറി അൻവർ ടിയു പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് നജീബ് ഇ കെ അധ്യക്ഷത വഹിച്ചു. ഷാജി KS, അബ്ദുൾ സലാം, UNS MA എന്നിവർ പ്രസംഗിച്ചു. റവന്യൂ വകുപ്പിന്റെ മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള അംഗീകാരം ലഭിച്ചത് ജില്ലയിൽ 3 പേർക്ക്. മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം വില്ലേജ് ഓഫീസർ PM ഹംസ, മാറാടി വില്ലേജ് ഓഫീസർ സൈജു ജോർജ്, കോതമംഗലം വില്ലേജ് ഓഫീസർ MS ഫൗഷി എന്നിവർക്കാണ് അവാർഡ് ലഭിച്ചത്. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിനാണ് ഇവർക്ക് അംഗീകാരം ലഭിച്ചത്. റവന്യൂ വകുപ്പിൽ നിന്നും നൽകുന്ന വിവിധ സർട്ടിഫിക്കറ്റുകളുടെ എണ്ണം, സർട്ടിഫിക്കറ്റുകൾ അതിവേഗത്തിൽ തീർപ്പ് കൽപ്പിക്കൽ, റവന്യൂ വകുപ്പ് നടപ്പിൽ വരുത്തുന്ന വിവിധയിനം പദ്ധതികൾ കാര്യക്ഷമതയോടുകൂടി കൈകാര്യം ചെയ്യൽ, ലാൻഡ് റവന്യൂ റിക്കവറി കളക്ഷൻ, നൂതന സാങ്കേതിക വിദ്യയുടെ ഫയലുകൾ കൈകാര്യം ചെയ്യുന്നതിന്റെ എണ്ണം, വില്ലേജ് ഓഫീസ് മാനുവൽ ചട്ടപ്രകാരം വില്ലേജ് ഓഫീസുകളിൽ സൂക്ഷിച്ചുവരുന്ന രജിസ്റ്ററുകളുടെ അക്കൗണ്ടുകളുടെയും കൈകാര്യം എന്നിവ പരിഗണിച്ചാണ് അവാർഡ് നൽകിയത്. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. പകുതി വില തട്ടിപ്പിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് CPIയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. മുൻ MLA ES ബിജിമോൾ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. വുമൺ ഓൺ വീൽസ് പദ്ധതിയുടെ മറവിൽ പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങളും ഗൃഹോപകരണങ്ങളും നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിപ്പ് നടത്തിയതിൽ സമഗ്ര അന്വേഷണം നടത്തുക, തട്ടിപ്പിന് കൂട്ടുനിന്ന രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കുക, തട്ടിപ്പിന് നേതൃത്വം നൽകിയ അനന്തകൃഷ്ണൻ അടക്കമുള്ളവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുക, തട്ടിപ്പിനിരയായവർക്ക് പണം തിരികെ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPIയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കച്ചേരിത്താഴത്തെ പാർട്ടി ഓഫീസിൽ നിന്നാരംഭിച്ച പ്രതിഷേധ പ്രകടനം നെഹ്റു പാർക്കിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി മുൻ MLA ES ബിജിമോൾ ഉദ്ഘാടനം ചെയ്തു. പാതിവില തട്ടിപ്പ് എന്ന് നമ്മുടെ സംസ്ഥാനത്താകമാനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആളുകളും അമ്പരപ്പോടുകൂടിയാണ് കേട്ടത് പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതൊരു കുറച്ചു കാലം നിൽക്കും. പാതിവില തട്ടിപ്പ്, അതിന്റെ ചർച്ചകളും. ആടുമാഞ്ചിയം തട്ടിപ്പ് നമ്മൾ കണ്ടതാണ്. ഭൂമി കൊടുക്കാം എന്ന് പറഞ്ഞുള്ള തട്ടിപ്പ്, എത്രയോ ചെയിനായി വന്ന തട്ടിപ്പുകൾ. ഒരാളെ ചേർത്ത്, രണ്ടാളെ ചേർത്ത്, രണ്ടാള് നാലാളെ ചേർത്ത്, നാലാള് 8 ആളെ ചേർത്ത്, ഇതുമായി ബന്ധപ്പെട്ട ചെയിൻ തട്ടിപ്പുകൾ. പിന്നെ അത്തരം തട്ടിപ്പുകൾക്ക് ഒരു ഗുണമുണ്ട്, അതൊരു പീരീഡ് സമയത്തേക്കുണ്ടാവും. അത് കഴിഞ്ഞാൽ അവർ അപ്രത്യക്ഷരായി പുതിയ രൂപത്തിലും ഭാവത്തിലും അത്തരം ചെയിൻ സർവീസുകളൊക്കെ നമ്മളെ തേടിയെത്തും. കാലഘട്ടമൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ എല്ലാ മൊബൈലിലേക്ക് വരുന്നൊരു പരസ്യമുണ്ട്. മൊബൈൽ ഇപ്പൊ ആരെങ്കിലും ഒന്ന് വിളിക്കണം, ഒരു അത്യാവശ്യത്തിന് വിളിച്ചാൽ പോലും ആദ്യം കേൾക്കുന്ന അനൗൺസ്മെന്റ് ഇതാ. എത്ര കേട്ടാലും പിന്നെയും ആളുകൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. വീണ്ടും 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 ആളുകള് സമാനമായ തട്ടിപ്പ് കേസുകളിൽ ചെന്ന് പെട്ടുകൊണ്ടേയിരിക്കുക. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ആളുകൾ നടത്തുന്ന വിശകലനങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം, എന്തുകൊണ്ടാണ് മലയാളികൾ ഇത്തരം തട്ടിപ്പുകളിലേക്ക് വീണ്ടും വീണ്ടും ചെന്ന് ചാടുന്നത്? എത്ര അനുഭവം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ പഠിക്കാത്തത്? ഈ ഒരു തട്ടിപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി തോന്നിയത് സ്ത്രീകളെ, ഈ തട്ടിപ്പിന്റെ ഇരകൾ സ്ത്രീകളായിട്ടുള്ളത്, വീട്ടമ്മമാർ, എല്ലാ ഭാഗത്തിലുംപ്പെട്ട ആളുകളുണ്ട്. അധ്യാപകർ, ഡോക്ടർമാർ, എഞ്ചിനീയേഴ്സ്, എല്ലാ വിഭാഗത്തിലുംപ്പെട്ട ആളുകൾ. കൂടുതലായി ഇവർ തെരഞ്ഞു പിടിച്ചത് കുടുംബശ്രീക്കാരെ. CPI മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറി EK സുരേഷ്, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എൽദോ എബ്രഹാം, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KA നവാസ്, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വിൻസെന്റ് ഇല്ലിക്കൽ, പോൾ പൂമറ്റം, KE ഷാജി, VM തമ്പി, മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി NK പുഷ്പ എന്നിവർ പങ്കെടുത്തു. MLAയുടെ ഇടപെടലിനെ തുടർന്ന് 6 വർഷത്തിനു ശേഷം പെരിങ്ങരയിലെ MVP കനാൽ പുനർനിർമ്മാണം ആരംഭിച്ചു. ആലപ്പുഴ പെരിങ്ങലിൽ MVP കനാൽ ഇടിഞ്ഞതിനെ തുടർന്ന് 6 വർഷത്തോളമായി മുടങ്ങിക്കിടന്ന വെള്ളം വിതരണം പുനഃസ്ഥാപിക്കുന്നതിനായി കനാൽ പുനർനിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചതായി മാത്യു കുഴൽനാടൻ MLA അറിയിച്ചു. ആലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ പെട്രോൾ പമ്പ് സ്ഥാപിക്കുന്നതിന് 2019 മണ്ണ് നീക്കം ചെയ്തതിനെ തുടർന്ന് ഇവിടുത്തെ MVP കനാൽ ഇടിയുകയും ഇതുമൂലം ആലപ്പുഴയിലെ 1, 2, 13 എന്നീ വാർഡുകളിലേക്കുള്ള കനാൽ വെള്ളം വിതരണം കഴിഞ്ഞ 6 വർഷമായി മുടങ്ങിക്കിടക്കുകയുമായിരുന്നു. കനാൽ നിർമ്മാണം യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കി വെള്ള വിതരണം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കുമെന്ന് മാത്യു കുഴൽനാടൻ MLA. ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഫെബ്രുവരി 23 ഞായറാഴ്ച വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെ സർപ്പബലി.
ഈസ്റ്റ് മാറാടി പുള്ളൂർക്കുടിയിൽ പരേതനായ രാഘവന്റെ ഭാര്യ സാവിത്രി നിര്യാതയായി. സംസ്കാരം ഞായറാഴ്ച 12-ന് മൂവാറ്റുപുഴ മുനിസിപ്പൽ പൊതുശ്മശാനത്തിൽ. മക്കൾ അംബിക, ഷാജി, പരേതനായ കിഷോർ, മരുമക്കൾ ബാലൻ, മനോജ്. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.